ഒന്നാം പാപ്പാനായ കുമ്പഴരാജൻ ഗോവിന്ദനിൽ നിന്നും മാറി ദിവസങ്ങൾക്കകം അദ്ദേഹത്തെ പരവൂർ അശോകൻ എന്ന ആന കൊലപ്പെടുത്തിയ ശേഷം ഗോവിന്ദനെ തിരുവനന്തപുരത്തുള്ള കാട്ടാക്കടയിലേക്ക് കൈമാറ്റം ചെയ്തു. വടക്കൻ നാട്ടിലെ ആനപ്പാപ്പാന്മാർ കാരക്കോലും തോട്ടിയും കൊണ്ട് പരമാവധി ഭേദ്യം ചെയ്ത് അനുസരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് തെല്ലുപോലും വകവച്ചു കൊടുക്കാത്ത ഗോവിന്ദൻ തെക്കൻ നാട്ടിലെയും ആനപ്പാപ്പാന്മാരെ വെറുതെ വിട്ടില്ല. ആനയുടെ അക്രമം കൂടിയപ്പോൾ അവനെ തൃശൂരുള്ള കീരങ്ങാട് മനയിലേക്ക് കൈമാറ്റം ചെയ്തു. ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന നാടൻ ആനച്ചന്തത്തിന്റെ പര്യായമായിരുന്ന ഗോവിന്ദൻ പിന്നീടുള്ള കാലം കീരങ്ങാട് ബാലകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇക്കാലയളവിൽ ആനപ്പണിയിൽ കഴിവ് തെളിയിച്ച നിരവധി പാപ്പന്മാർ ഗോവിന്ദനെ വഴി നടത്തിയിട്ടുണ്ടായിരുന്നു.